കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MP ബാലകൃഷ്ണൻ മാഷ് ഇപ്പോൾ നമ്മോടൊപ്പം റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. മാഷെ, എങ്ങനെയാണ് ഇനി അങ്ങോട്ട് പ്രചരണമൊക്കെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? പ്രചരണങ്ങൾ ഇന്നിപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ കണ്ടു, പ്രചരണം പൂർണ്ണമായിട്ട് ജനങ്ങൾ ഏറ്റെടുത്ത് ഇരിക്കുന്നു. അവർ പൂർവാധികം ശക്തിയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവിരാമം പോരാടും. അതിനുവേണ്ടി തയ്യാറായിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പ്രത്യേകം കേന്ദ്രീകരിക്കുന്നതെന്ന് പറയാമോ? ഇവിടെ 7 മണ്ഡലങ്ങളുണ്ട്. ആ 7 മണ്ഡലങ്ങളിലും ഒരു സംശയം വേണ്ട, ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം അവരിലുണ്ടാക്കാനും പര്യാപ്തമായ രീതിയിൽ എല്ലാതര ശ്രമങ്ങളും ഞങ്ങൾ നടത്തും. കാരണം ഞങ്ങൾ സാധാരണഗതിയിൽ നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രചരണ പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ടാണ്. ആ ജനങ്ങളിലേക്ക് ഞങ്ങൾ എത്തും. ജനങ്ങളിൽ ഒരാളായി ഞങ്ങൾ മാറും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രചരണ പ്രവർത്തനം ശക്തിപ്പെടുത്തും. 3 പതിറ്റാണ്ടോളം കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDFൻ്റെ കയ്യിലായിരുന്നു. 2019-ലാണത് UDFിലേക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു വിജയ സാധ്യത അടുത്ത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നതല്ലേ? ഈ കഴിഞ്ഞ 5 വർഷ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് നഷ്ടപ്പെട്ടതിന്, ഈ സീറ്റ് മാത്രമല്ല കേരളത്തിലെ 19 സീറ്റുകളും നഷ്ടപ്പെട്ടതിന് മതിയായ കാരണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് തെറ്റായ കുപ്രചരണങ്ങൾ ജനങ്ങളിൽ സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടി പ്രചണ്ഡമായ കള്ളപ്രചരണങ്ങളും മറ്റു കാര്യങ്ങളും നടത്തി. അതിൽ ജനങ്ങൾ ആകൃഷ്ടരായി എന്നുള്ളത് തന്നെയാണ് ആ കഴിഞ്ഞ തവണത്തെ തോൽവിയുടെ കാര്യം. ഇപ്പോൾ ജനങ്ങൾ ദുഃഖിക്കുകയാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ അതീവ ദുഃഖിതരാണ്. കാരണം ഒരു കൈത്തെറ്റ് പറ്റിപ്പോയല്ലോ, ഈ ലോക്സഭാ മണ്ഡലം UDFൻ്റെ കൈകളിലേക്ക് പോയല്ലോ, കഷ്ടമാണ് എന്ന തോന്നൽ വന്നിട്ടുണ്ട്. അതിൽ പൂർവാധികം ശക്തിയോടുകൂടി വികാരത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവർ സർവ്വതാ സന്നദ്ധരായിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഈ മണ്ഡലത്തിൽ ഉടനീളം ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ മറ്റൊരു കാര്യം, ഇത്തവണ ഇപ്പോൾ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല സ്ഥാനാർത്ഥികളെ. എന്നാലും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേരാണ് എല്ലായിടത്തും കേൾക്കുന്നത്. ചുവരെഴുത്തൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ത്രികോണ മത്സരത്തിൻ്റെ സാധ്യത തന്നെയാണല്ലേ കാസർഗോഡ്? അതുപോലെ തന്നെ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ ഒരു സാന്നിധ്യം ഉണ്ടാകുമോ? ഞാനിപ്പോൾ ഏത് സ്ഥാനാർത്ഥിക്കും ഇവിടെ മത്സരിക്കാം, ഏത് പാർട്ടിയുടെ പേരിലും മുന്നണിയിലായാലും മത്സരിക്കാം. പക്ഷേ ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, നേതാക്കൾ, വോട്ടർമാർ, ജനങ്ങളാണ് ഈ മണ്ഡലത്തിനകത്തുള്ളത്. അവർ സുനിശ്ചിതമായി ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം കഴിഞ്ഞ തവണ ഒരു തെറ്റ് വന്നുപോയി. അതിൻ്റെ നഷ്ടകഷ്ടങ്ങൾ ഇപ്പോൾ ഈ 5 വർഷക്കാലം ഇവിടുത്തെ വോട്ടർമാർ അനുഭവിച്ചു വരികയാണ്. ഒരു ദുഃഖിതരാണ്. ഇത് തിരുത്താൻ വേണ്ടി പോവുകയാണ്. എന്തായാലും ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് LDF സ്ഥാനാർത്ഥിയായ MP ബാലകൃഷ്ണൻ മാഷ്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.